കേരളത്തിന് വിപ്ലവ സൂര്യനായും സമര നായകനായും നിന്ന സഖാവ് വി.എസ്. നഷ്ടമായിട്ട് 5 ദിവസം കഴിഞ്ഞു. കനത്ത മഴയിലും കൊച്ചുകുട്ടികളും സ്ത്രീകളും മുതൽ വൃദ്ധർ വരെ മണിക്കൂറുകളോളം വി.എസിനെ കാണാൻ തെരുവോരത്ത് കാത്തുനിന്നതും ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തിയതുമെല്ലാം വേറിട്ട കാഴ്ചയായിരുന്നു. ഇതിൽ ഭിന്നശേഷിക്കാരും ഉണ്ടായിരുന്നു എന്നത് കേരളത്തിന്റെ മനസാക്ഷിയെ തൊട്ടുണർത്തുന്നതായിരുന്നു. ശബ്ദം വരെ നഷ്ടമാക്കുവാൻ സാധ്യതയുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കാൻ പോകുന്ന ഒരു യുവാവ് ആശുപത്രിയിലേക്ക് പോകും മുൻപ് ചേതനയറ്റ വി.എസിന്റെ മുഖത്ത് നോക്കി മുദ്രാവാക്യം വിളിച്ച് സായൂജ്യമടയുന്ന ദൃശ്യവും അമ്പരിപ്പിക്കുന്നതായിരുന്നു. ഇങ്ങനെ വൈകാരികത ഉയർത്തുന്ന നിരവധി ദൃശ്യങ്ങൾക്കാണ് വി.എസിന്റെ വിലാപയാത്രയും മൃതദേഹത്തിന്റെ പൊതുദർശനവും സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. കടുത്ത രാഷ്ട്രീയ എതിരാളികളായ നേതാക്കളെല്ലാം തന്നെ വി.എസിനെ കാണാൻ മറ്റെല്ലാ പരിപാടിയും മാറ്റിവെച്ചാണ് എത്തിയത്. അവരിൽ പലരും പലതവണയാണ് വി.എസിന് അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയത്. ഇതിൽ മണിക്കൂറുകളോളം റോഡരികിൽ കാത്തിരുന്ന് വി.എസിന് ആദരവർപ്പിച്ച മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തലയും ഉൾപ്പെടും. മൃതദേഹം വഹിച്ചെത്തിയ വാഹനത്തിൽ കയറിയാണ് രമേശ് ചെന്നിത്തല വി.എസിന് അഭിവാദ്യം അർപ്പിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരാൾക്കും ലഭിക്കാത്ത തരത്തിൽ വൻ ജനപങ്കാളിത്തത്തോടെ അന്ത്യയാത്ര നൽകി വി.എസിനെ ഇങ്ങനെ കേരളം യാത്രയാക്കുമ്പോൾ മലയാള സിനിമാ ലോകം അദ്ദേഹത്തോട് കാട്ടിയിരിക്കുന്നത് വലിയ നെറികേടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മോഹൻലാലും മമ്മൂട്ടിയും മഞ്ജു വാര്യറും ഉൾപ്പെടെ ചില താരങ്ങൾ സോഷ്യൽ മീഡിയകളിൽ അനുശോചനം രേഖപ്പെടുത്തി എന്നതല്ലാതെ പ്രധാനപ്പെട്ട ഒരു സിനിമാ താരവും മറ്റ് ചലച്ചിത്ര പ്രവർത്തകരും വി.എസ്. എന്ന മഹാവിപ്ലവകാരിയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിൽ മമ്മൂട്ടി വി.എസിനെ കാണാൻ വരാതിരുന്നത് അദ്ദേഹം അസുഖത്തെ തുടർന്ന് വിശ്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ മമ്മൂട്ടി കാണാൻ വന്നിരുന്നു എന്നത് ഈ ഘട്ടത്തിൽ നാം ഓർമ്മിക്കേണ്ടതാണ്. മമ്മൂട്ടിയുടെ അസാന്നിധ്യം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ശാരീരിക അവസ്ഥയിൽ തീർച്ചയായും ന്യായീകരിക്കപ്പെടുന്നതാണ്. എന്നാൽ മറ്റൊരു താരങ്ങളുടെയും അസാന്നിധ്യം ഒരിക്കലും ന്യായീകരിക്കപ്പെടുകയില്ല. ആലപ്പുഴ ജില്ലക്കാരനായ ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും ഉൾപ്പെടെയാണ് വി.എസിനോട് മുഖം തിരിച്ചിരിക്കുന്നത്. തന്റെ വ്യക്തിപരമായ താല്പര്യം മുൻനിർത്തി എവിടെ പോകാനും മടിയില്ലാത്ത നടൻ മോഹൻലാൽ എന്തുകൊണ്ടാണ് വി.എസിനോടുള്ള ആദരം ഒരു സോഷ്യൽ മീഡിയ കുറിപ്പിൽ മാത്രം ഒതുക്കിയെന്നതിന് തീർച്ചയായും മറുപടി പറയേണ്ടതുണ്ട്. ആർക്കും എവിടെ നിന്നും ഒറ്റ സെക്കൻഡിൽ ഇടാൻ പറ്റുന്ന ഒരു പോസ്റ്റ് അല്ല രാഷ്ട്രീയ കേരളം മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ലാൽ ഉൾപ്പെടെ വി.എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ താരങ്ങൾ കൂട്ടത്തോടെ പോക്കുമായിരുന്നു എന്നാണ് മാധ്യമ പ്രവർത്തകരും പ്രതീക്ഷിച്ചത്. പ്രത്യേകിച്ച് ചലച്ചിത്ര ലോകത്തിന്റെ തലസ്ഥാനമായി അറിയപ്പെടുന്ന കൊച്ചിയോട് ചേർന്ന് കിടക്കുന്ന അയൽ ജില്ലയായ ആലപ്പുഴയിലേക്ക് താരങ്ങൾക്ക് എളുപ്പത്തിലെത്താൻ കഴിയുമായിരുന്നു. ഇനി ആൾക്കൂട്ടമാണ് പ്രശ്നമെങ്കിൽ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ വെച്ച് പൂർണ്ണ സുരക്ഷാ സംവിധാനത്തോടെ ഒരു സമ്മർദ്ദവുമില്ലാതെ തന്നെ തിരുവനന്തപുരം സ്വദേശിയായ മോഹൻലാലിന് വി.എസിന് അന്ത്യോപചാരം അർപ്പിക്കാമായിരുന്നു. എന്നാൽ ആ അവസരവും മലയാളത്തിന്റെ മഹാനടൻ വിനിയോഗിച്ചിട്ടില്ല. ലാൽ മാത്രമല്ല മറ്റ് പ്രധാന താരങ്ങളും സംവിധാനങ്ങളും വി.എസിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിന്റെ കാരണം എന്താണെന്നതിന് ചലച്ചിത്ര ലോകം മറുപടി പറയുമെന്ന് നോക്കിയിരുന്നാൽ നോക്കുന്നവർ അതിനെ നേരം കാണൂ എന്നും പറയാം. പണം ലഭിച്ചാൽ എവിടെയും എന്തിനും പോകാൻ ഒരു പ്രശ്നവുമില്ലാത്ത താരങ്ങൾ തങ്ങളുടെ ചെയ്തികൾ വി.എസ്. ഉയർത്തുന്ന ആശയത്തിനും നിലപാടിനും എതിരായതുകൊണ്ട് സ്വയം മാറി നിന്നതാണെങ്കിൽ അതും തുറന്നു പറയണം. അങ്ങനെയെങ്കിൽ നിങ്ങളെ ഇക്കാര്യത്തിൽ വിമർശിക്കാൻ ആരും തയ്യാറാവില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും താരരാജാവ് മുതൽ നിരവധി സിനിമാ താരങ്ങൾ സ്ത്രീകളെ പീഡിപ്പിച്ചതും മോശമായി പെരുമാറിയതും തുടങ്ങി ലഹരി ഉപയോഗിക്കുന്ന താരങ്ങളുടെ വിവരങ്ങൾ വരെ ആ പട്ടികയിലുണ്ട്. ഏത് സ്വാധീനം ഉപയോഗിച്ച് ആര് തടഞ്ഞു വെച്ചാലും അധികം താമസിയാതെ തന്നെ ഈ റിപ്പോർട്ടിലെ മുഴുവൻ വിവരങ്ങളും പുറത്തുവരുമെന്ന കാര്യവും ഉറപ്പാണ്. അതുവരെ മാത്രമേ ഉള്ളൂ ഈ താരപ്പകിട്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്.